അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 11ാമത്തെ ചാപ്റ്റർ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നർത്ഥം വരുന്ന പാഠം വായിക്കുന്നു. ഈ പാഠത്തിൽ പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്, മസ്ജിദുകളാണ്. ഏറ്റവും മോശപ്പെട്ടത് അങ്ങാടികളുമാണ്. പള്ളികളിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് 3 പള്ളികളാണ്. 1 മസ്ജിദുൽ ഹറാം, 2 മസ്ജിദുൽ നബവി, 3 മസ്ജിദുൽ അഖ്സ. മറ്റു മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിന്റെ ഒരു നിസ്കാരത്തിന്. മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റു മസ്ജിദുകളിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ നബവിയിൽ. മറ്റു മസ്ജിദുകളിൽ 500 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദസിൽ, മസ്ജിദുൽ അഖ്സയില്. നമുക്ക് വായിക്കാം. മസ്ജിദുകൾ അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ്. ഭവനങ്ങളുടെ വീടുകള് അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദ് ഖുബായുടെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ളൊരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. മസ്ജിദ് മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇബാദത്തുകൾ നിർവഹിക്കുക, അറിവ് പഠിക്കുക, നിക്കാഹ് ചെയ്യുക തുടങ്ങിയ എല്ലാ പ്രധാന കാരണങ്ങളും മസ്ജിദിൽ വെച്ചാണ് നടത്തേണ്ടത്. മസ്ജിദുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് 3 എണ്ണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റു മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം. മസ്ജിദുൽ ഹറാമല്ലാത്ത മറ്റു മസ്ജിദുകളിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്റെ മസ്ജിദിലെ ഒരു നിസ്കാരം. മറ്റു മസ്ജിദുകളിൽ 500 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലെ നിസ്കാരം. മസ്ജിദുമായി നിരന്തരം ബന്ധപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കും, എവിടെ എന്റെ അയൽവാസികൾ? മലക്കുകൾ ചോദിക്കും, റബ്ബേ, എങ്ങനെ നിനക്ക് അയൽവാസി ഉണ്ടാകും? അല്ലാഹു തആല പറയും, അവിടെ മസ്ജിദ് പരിപാലിക്കുന്നവർ. മസ്ജിദുകൾ വൃത്തിയാക്കലും സുഗന്ധം പുകക്കലും മുഅക്കദായ സുന്നത്താണ്. മുഅക്കദ് എന്ന് പറഞ്ഞാൽ ശക്തമായ സുന്നത്താണ്. മസ്ജിദിൽ നജസുണ്ടെങ്കിൽ അത് വൃത്തിയാക്കൽ നിർബന്ധമാണ്. മസ്ജിദിലേക്ക് പോകുമ്പോൾ അദബുകൾ പാലിക്കണം. അദബുകൾ പറഞ്ഞാൽ മര്യാദകൾ പാലിക്കണം. കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, സാവധാനത്തിൽ നടക്കുക, വലതുകാൽ വെച്ച് പ്രവേശിക്കുക, പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ ചൊല്ലുക, എഴുത്തിക്കാഫിന് നിയ്യത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, നിസ്കാരം പ്രതീക്ഷിക്കുക, ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുക, പുറത്തിറങ്ങുമ്പോഴുള്ള ദിക്ർ ചൊല്ലുക തുടങ്ങിയവ മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളാണ്. മസ്ജിദിൽ വെച്ച് കച്ചവടം നടത്താനോ നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ പാടില്ല. ഉസ്താദ്, മസ്ജിദിലെ പ്രധാന ഇബാദത്താണ് എഴുത്തിക്കാഫ്. എഴുത്തിക്കാഫിന്റെ നെയ്യത്തോടെ മസ്ജിദിൽ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കലാണത്. ജുമഅയുള്ള മസ്ജിദാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠം. അത് ആരാധനകൾക്ക് പ്രേരിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യും. അത് കാരണം നല്ലവരോടുള്ള സഹവാസം ഉണ്ടാവുകയും തഖ്വ വർദ്ധിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ റമളാനിൽ അവസാന 10 ഇഅ്തികാഫ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ദിരിബാത്ത് വായിക്കാം. 1ാമത്തെ ആക്ടിവിറ്റി ജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 1, ഏതാണ് അല്ലാഹു തആലയുടെ ഭവനങ്ങൾ? ഉത്തരം മസ്ജിദുകൾ. 2, അല്ലാഹു തആലയുടെ ഏറ്റവും മഹത്വമുള്ള സ്ഥലമേത്? മസ്ജിദുകൾ. 3ാമത്തെ ചോദ്യം, അല്ലാഹു തആലയുടെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമേത്? അങ്ങാടി. ചോദ്യം 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യം നിർമ്മിച്ച മസ്ജിദ് ഏത്? മസ്ജിദ് ഖുബാ. 2ാമത്തെ ആക്ട് നുജീബ് ഉത്തരം എഴുതാം. ചോദ്യം 1, മസ്ജിദ് നിർമ്മിച്ചവൻ ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഉത്തരം, അതുപോലുള്ളൊരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. ചോദ്യം 2, മസ്ജിദിൽ വെച്ച് നടത്തേണ്ട പ്രധാന കർമ്മങ്ങളിൽ 5 എണ്ണം എഴുതുക. 1, ഇബാദത്തുകൾ നിർവഹിക്കുക. 2, അറിവ് പഠിക്കുക. 3, നിക്കാഹ് ചെയ്യുക. 4, ഖുർആൻ ഓതുക. 5, ഇഅ്തികാഫ് ഇരിക്കുക.
മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും ശ്രേഷ്ഠമായ 3 മസ്ജിദ് ക്രമത്തിൽ എഴുതുക. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. ചോദ്യം 4, 3 മസ്ജിദ് നിസ്കാരം ലഭിക്കുന്ന ശ്രേഷ്ഠതകൾ. മസ്ജിദുൽ ഹറാമിലെ 1,00,000 നിസ്കരിക്കുന്ന ശ്രേഷ്ഠം, മസ്ജിദുൽ നബവിയിലെ 1000, മസ്ജിദുൽ അഖ്സയിലെ 500 നിസ്കരിക്കുന്ന ശ്രേഷ്ഠം. ചോദ്യം 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്ക്? മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ. 6ാമത്തെ ചോദ്യം, ആരാണ് അല്ലാഹു തആല അയൽവാസികൾ? മസ്ജിദ് പരിപാലിക്കുന്നവർ. 7ാമത്തെ ചോദ്യം, മസ്ജിദിൽ പാടില്ല എന്തെല്ലാം? ഉത്തരം, കച്ചവടം നടത്താനോ നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ പാടില്ല. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ഫിഖറ, ഒരു പാരഗ്രാഫ് എഴുതാൻ. എഴുത്തിക്കാഫ്. നോക്കൂ, ജീവിതത്തിന്റെ അനിവാര്യമല്ലാത്ത എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി അള്ളാഹുവിനെ ആരാധിക്കാനായി പ്രത്യേക നിയ്യത്തോടെ പള്ളിയിൽ താമസിക്കുന്നതിനാണ് എഴുത്തിക്കാഫ് എന്ന് സാങ്കേതികമായി പറയുന്നത്. ഒരു കാര്യത്തിൽ പ്രത്യേകം ചടഞ്ഞുകൂടുക, മുഴുകുക എന്നെല്ലാമാണ് എഴുത്തിക്കാഫിന്റെ ഭാഷാർത്ഥം. തന്റെ രക്ഷിതാവിനറിയാനും അവനോടടുക്കാനും ഒരു അടിമ തന്റെ ഭൗതിക ജീവിതത്തിന്റെ കെട്ടുപാടുകൾ വിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒഴിഞ്ഞിരിക്കുക, അനാവശ്യ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കി പ്രത്യക്ഷത്തിൽ തന്നെ അള്ളാഹുമായി ബന്ധപ്പെടുന്ന നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്ർ, ദുആ എന്നിവയുമായി ഭക്തിയോടെ കഴിച്ചുകൂട്ടുക. ഇതാണ് എഴുത്തിക്കാഫിന്റെ സാമാന്യ രൂപം. 2, മസ്ജിദിന്റെ മഹത്വം. മസ്ജിദുകൾ അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ്. ഭവനങ്ങളുടെ വീടുകൾ. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദ് ഖുബായുടെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ളൊരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. ഇനി 4ാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. അതിലൊന്ന്, മസ്ജിദ് എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ആദ്യമായി പ്രസംഗ രൂപത്തിലാണ് പറയേണ്ടത്. പ്രിയപ്പെട്ട ഉസ്താദ് അവറുകളെ, വിദ്യാർത്ഥിനികളെ, മസ്ജിദ് എന്ന വിഷയത്തെക്കുറിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയേണ്ടത്. നോക്കൂ, മസ്ജിദുകൾ അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ്, ഭവനങ്ങളുടെ വീടുകൾ. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദ് ഖുബായുടെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ളൊരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. മസ്ജിദ് മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇബാദത്തുകൾ നിർവഹിക്കുക, അറിവ് പഠിക്കുക, നിക്കാഹ് ചെയ്യുക തുടങ്ങിയ എല്ലാ പ്രധാന കാരണങ്ങളും മസ്ജിദിൽ വെച്ചാണ് നടത്തേണ്ടത്. മസ്ജിദുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് 3 എണ്ണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റു മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം. മസ്ജിദുൽ ഹറാമല്ലാത്ത മറ്റു മസ്ജിദുകളിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്റെ മസ്ജിദിലെ ഒരു നിസ്കാരം. മറ്റു മസ്ജിദുകളിൽ 500 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലെ നിസ്കാരം. മസ്ജിദുമായി നിരന്തരം ബന്ധപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കും, എവിടെ എന്റെ അയൽവാസികൾ? മലക്കുകൾ ചോദിക്കും, റബ്ബേ, എങ്ങനെ നിനക്ക് അയൽവാസിയുണ്ടാകും? അല്ലാഹു തആല പറയും, അവിടെ മസ്ജിദ് പരിപാലിക്കുന്നവർ. മസ്ജിദുകൾ വൃത്തിയാക്കലും സുഗന്ധം പുകക്കലും മുഅക്കദായ സുന്നത്താണ്. മുഅക്കദ് എന്ന് പറഞ്ഞാൽ ശക്തമായ സുന്നത്താണ്. മസ്ജിദിൽ നജസുണ്ടെങ്കിൽ അത് വൃത്തിയാക്കൽ നിർബന്ധമാണ്. മസ്ജിദിലേക്ക് പോകുമ്പോൾ അദബുകൾ പാലിക്കണം. അദബുകൾ പറഞ്ഞാൽ മര്യാദകൾ പാലിക്കണം. കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, സാവധാനത്തിൽ നടക്കുക, വലതുകാൽ വെച്ച് പ്രവേശിക്കുക. പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ ചൊല്ലുക, എഴുത്തിക്കാഫിന് നിയ്യത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, നിസ്കാരം പ്രതീക്ഷിക്കുക.
ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുക, പുറത്തിറങ്ങുമ്പോഴുള്ള ദിക്ർ ചൊല്ലുക തുടങ്ങിയവ മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളാണ്. 2, മസ്ജിദിൽ പോയി നിസ്കരിക്കാറുള്ള ആൺകുട്ടികളെ പേരെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാതെ ക്ലാസ്സിന് ചെയ്യേണ്ട പ്രവർത്തനമാണ്. അല്ലാഹു തആല പള്ളിയുമായി ബന്ധപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.